എന്താടാ ഉണ്ണി, ലക്ഷ്മി നല്ല ഉഷാറായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഉഷാറ് കാണാതിരിക്കോ മുതലാളി? ഭർത്താവായിട്ട് കണ്ടക്ടറല്ലേ കിട്ടിയിരിക്കുന്നേ. ആ ശരിയാ, ഞാൻ ഒരു ദിവസം മുഴുവൻ അമ്പലത്തിലായിരുന്നു. അന്ന് ഇറങ്ങുമ്പോ വീട്ടിന് മുന്നില് രുദ്രനായിട്ട് വഴക്കുണ്ടായതാ. ഇനിയെങ്ങാനും കൈലാഷ് സാറ് അന്ന് വന്നു കാണോ? എനിക്കത് ഉറപ്പിച്ചേ പറ്റൂ ചേച്ചി. അദ്ദേഹം അങ്ങോട്ട് വന്നിരുന്നോ എന്നും കല്യാണക്കാരെ സംസാരിച്ചിരുന്നോ എന്നും എനിക്കൊന്ന് ഉറപ്പ് വരുത്തണം. അതിനെന്താ, അച്ഛനും അമ്മയും ബന്ധുക്കളെ ക്ഷണിക്കാൻ പോയിരിക്കോ? തിരിച്ചു വന്നാലുടനെ ഞാൻ ചോദിച്ചിട്ട് നിന്നെ അറിയിക്കാം. അയ്യോ വേണ്ട ചേച്ചി, നമ്മളെ രണ്ടുപേരെയും ഈ വിവരം അറിയിക്കണ്ട എന്ന് അവർ തീരുമാനിച്ചെങ്കില് അതിന് പുറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അവരെ നമ്മൾ ചോദ്യം ചെയ്യുന്ന പോലെ അച്ഛനും അമ്മയ്ക്കും തോന്നരുത്. പിന്നെ നടന്നതെന്താന്ന് നമ്മൾ എങ്ങനെ അറിയും? അന്ന് രുദ്രനും ഉണ്ണി അവിടെ ഉണ്ടായിരുന്നില്ലേ? നീതുവിനെയും പിള്ളേരും കൊണ്ട് ഒന്ന് അന്വേഷിപ്പിച്ചാ മതി, അവര് സത്യം പറയും. ശരി, ഞാൻ നീതുവിനെ കൂട്ടിക്കൊണ്ടുപോയി അന്വേഷിച്ചിട്ട് നിന്നെ വിളിക്കാം. ഇനിയെങ്ങാനും അച്ഛൻ കൈലാഷ് സാറിന് എന്നോട് ചോദിക്കാതെ വാക്കൊടുത്തു കാണോ? നീ ഇപ്പോഴേ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. ലക്ഷ്മി അന്വേഷിച്ചിട്ട് എന്താ സംഭവിച്ചെന്ന് പറയട്ടെ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പോയി കഴിച്ചിട്ടോ? അപ്പോ നിങ്ങൾ വരുന്നില്ലേ? ഈ കാര്യത്തിലൊരു തീരുമാനമാവാതെ ഞാനിങ്ങനെ മനസ്സമാധാനത്തോടെ കഴിക്കുക. നിങ്ങൾ ചെല്ല്. നീ വാ. മോളെ, നീ എന്തിനാ കരയുന്നേ? അരവിന്ദ് വീണ്ടും മോശമായിട്ട് പെരുമാറിയോ? അവനെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കറിയാം. ഞാൻ കരയാൻ കാരണം ആന്റിയാ. ഞാനോ? ഞാനെന്ത് ചെയ്തു? എന്താ ആന്റി ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നത്? ഞാൻ കൈലാഷിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാർവതി ആന്റി മരുമകളെന്ന് വിളിച്ചില്ലേ? ആ ദാരിദ്ര്യവാസി പ്രിയനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ആന്റിക്ക് ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ മനസ്സ് വന്നു. ഞാനെന്നാ പട്ടിക്കാട്ടുകാരുടെ മുന്നിൽ തോറ്റുപോയില്ലേ? ആന്റി എനിക്ക് തന്ന വാക്ക് ഇത്ര പെട്ടെന്ന് മറക്കുമെന്ന് ഞാൻ കരുതിയില്ല. കൈലാഷ് ഒന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴേക്കും പാർവതി എന്നെക്കാൾ നല്ല മരുമകളാകുമെന്ന് ആന്റി തീരുമാനിച്ചോ? നീ ആദ്യം കരയുന്ന ഒന്ന് നിർത്ത്. ഞാൻ കരയാനും പാടില്ലേ? ഞാൻ ജീവിക്കുന്നത് പോലും കൈലാഷിന് വേണ്ടിയാ. അവന് എന്റെ വിഷമം മനസ്സിലാവുന്നില്ല. ആന്റിയെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ എന്ന് കരുതി ഞാൻ ആശ്വസിച്ചതായിരുന്നു. ഇപ്പോ അതും പോയി. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, എന്നാലേ ഞാൻ ചെയ്തത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാവൂ. കൈലാഷ് എന്റെ വാക്ക് കേൾക്കാതെ ആ ദരിദ്രവാസിക്ക് വേണ്ടി എന്റെ വീട് വിട്ടിറങ്ങിയപ്പോ തന്നെ അവനെ ഉപദേശിച്ച് എന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് കരുതി ഭൂമികയുടെയോ പാർവതിയുടെയോ മുന്നിൽ തോൽക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. കൈലാഷിനെ പിന്തിരിപ്പിക്കണമെങ്കിൽ പാർവതിയും പ്രിയനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവനറിയണം. അതിനാണ് ഞാൻ അവരുടെ കല്യാണത്തിന് സമ്മതിച്ചെന്ന് വരുത്തി തീർത്തത്. അവരെ പിരിക്കാനായിരുന്നു ആന്റിയുടെ ഉദ്ദേശമെങ്കിൽ അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് കൈലാഷിനോട് പറഞ്ഞ പോരെ? നീ ഇമോഷണൽ ആയതുകൊണ്ട് എല്ലാം മറന്നോ? ഇതിനു മുമ്പ് പ്രിയനും പാർവതിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ച് ഞാനും നീയും കൈലാഷിന് മുന്നിൽ കുറ്റക്കാരായത് നീ മറന്നോ? കൈലാഷ് ഇപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് പ്രിയനെയും പാർവതിയാണ്. അവരവനോട് വിശ്വാസവഞ്ചന കാണിച്ചെന്ന് മറ്റാര് പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. അതിന് അവര് തന്നെ എല്ലാം സമ്മതിക്കണം. അതിനുവേണ്ടിയാ കൈലാഷും പാർവതിയും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ അംഗീകരിച്ചതുപോലെ അഭിനയിച്ചത്. അല്ലാതെ ആ ദരിദ്രവാസിയെ എന്റെ മരുമകളാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരുടെ മുന്നില് അവൻ സ്നേഹിക്കുന്ന പെണ്ണ് മറ്റൊരാളുടെ ഭാര്യയാകാൻ പോകുന്നു എന്നറിയുമ്പോ പ്രിയന് സഹിക്കില്ല. പാർവതി ഒരു നാട്ടിൻപുറത്തുകാരിയല്ലേ? അവൾക്കും ഒരാളെ മനസ്സിൽ സ്നേഹിച്ച്
മറ്റൊരാളെ എല്ലാവരുടെ മുന്നിൽ ഭർത്താവായി കാണിക്കാൻ പറ്റില്ല. അധികം വൈകാതെ അവരിലൊരാൾ സത്യം പറയും. പിന്നെ കൈലാഷ് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പാർവതിയും പ്രിയനെയും കഴുത്തിന് പിടിച്ച് അവൻ പുറത്താക്കും. കുറച്ചുനാൾ വിഷമിച്ചതിന് ശേഷം അവൻ നോർമലാവും. അവനെടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോ അവൻ എന്നെ കൂടുതൽ വിശ്വസിക്കും. അപ്പൊ നീയുമായിട്ടുള്ള കല്യാണക്കാര്യം ഞാൻ സംസാരിച്ചോളാം. നീയാണ് അവന് ചേർന്ന ജീവിത പങ്കാളിന്ന് ഞാൻ പറഞ്ഞാൽ അവൻ എതിർക്കില്ല. ആന്റി, ഇത് വളരെ റിസ്ക് ഉള്ള പ്ലാനാ. എങ്ങാനും ഈ കാശും പദവിയൊക്കെ കാണുമ്പോ പാർവതിയുടെ മനസ്സ് മാറിയാലോ? പാർവതി പ്രിയനെ മറന്ന് കൈലാഷിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച? അങ്ങനെ സംഭവിച്ചാൽ പാർവതി അവനെ ചതിച്ചതിന്റെ ദേഷ്യത്തിൽ പ്രിയൻ എല്ലാ സത്യങ്ങളും കൈലാഷിനോട് പറയും. എങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു ദിവസം ഈ സത്യം കൈലാഷ് അറിയും. നിന്നെ എന്റെ മരുമകളാക്കുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല. നിന്റെയും കൈലാഷിന്റെയും കല്യാണം ഞാൻ നടത്തും. നീ സമാധാനായിട്ടിരിക്കേ. എന്തിനാണ് നീ ഇത്ര വിഷമിച്ചിരിക്കുന്നത്? നമ്മളെ ആ പ്രദീപ് അടിച്ചിട്ടും തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ദേഷ്യം എനിക്കിപ്പോഴും ഉണ്ട്. എനിക്കും അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷേ രുദ്രന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. മുതലാളിയുടെ വാക്കും കേട്ട് അവിടെ ചെന്ന് പ്രദീപിന്റെ തല്ലുകൊണ്ട നമ്മൾ വെറും മണ്ടന്മാരായി. എടാ, നീ ഒന്ന് അടങ്ങ്. നല്ലൊരു അവസരം ഒത്തു വരുമ്പോ നമുക്കിതിനൊക്കെ പകരം ചോദിക്കാം. നന്നായി, രുദ്രൻ അവരുടെ കൂടെയില്ല. ഈ മണ്ടന്മാരെ കൈകാര്യം ചെയ്യാൻ എളുപ്പ. അവന്മാരോട് നയത്തില് ചോദിച്ച് കാര്യങ്ങൾ അറിയാം. എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നേ? നേരെ ചെന്ന് പാറുന്ന പെണ്ണ് കാണാൻ കൈലാസ് സാർ വന്നിരുന്നോന്ന് ചോദിച്ചാ പോരെ? അങ്ങനെ ചോദിച്ചാ നമ്മുടെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ലെന്ന് അവർക്ക് മനസ്സിലാവില്ലേ? കറക്റ്റ്, ഇവന് ബുദ്ധിയുണ്ട്. അവരോട് എങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അതുപോലെ ചെയ്താൽ മാത്രം മതി. മനസ്സിലായ രണ്ടുപേർക്കും? ഇത് ഞങ്ങൾ ഏറ്റു. എന്നാ ചെല്ല്. ചേട്ടാ, പാറച്ചേച്ചിയുടെ വീട്ടിലേക്ക് 3 ഇളനീര് വേണം. എന്താ മോളെ, എന്തെങ്കിലും വിശേഷം ഉണ്ടോ അവിടെ? ആ, പാറുവിനെ പെണ്ണ് കാണാനേ കോട്ടയത്ത് നിന്ന് ഒരു കൂട്ടര് വന്നിട്ടുണ്ട്. ആണോ? നീതു, നീ ഇങ്ങോട്ട് വന്നേ.